എന്റെ പാചകം കഴിഞ്ഞു. ഇനി അടുത്തതായി ഡ്രസ്സിൽ നിന്ന് അതാണ് ഇപ്പൊ എല്ലാരും കൃഷ്ണനും ഗുരുവായൂരപ്പനുമായി. ശബരീഷ് ചേട്ടാ എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ? കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പൊ എല്ലാരും ഗുരുവായൂരപ്പന. ദൈവമേ, ശബരീഷ് ചേട്ടാ എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ? എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? ഇന്ന് ലൈവ് ഇല്ലായിരുന്നോ? കണ്ടില്ലേ? ഇന്നലെ ഒന്നും കണ്ടില്ലേ? ഇന്നലെ ടുഗദർ ഇട്ടു. അപ്പൊ കണ്ടുപിടിച്ചല്ലേ? 12:30 രാത്രി. ഞാൻ കണ്ടില്ലല്ലോ ഏട്ടാ. എപ്പോഴായിരുന്നു ഇട്ട്? രാവിലത്തേതിലോ? ഞാൻ കണ്ടതേ ഇല്ലേ. എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോലും വന്നില്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് തന്നെ. ഇന്ന് ലൈവ് ഇട്ടില്ല. ഇന്ന് എനിക്ക് ഇവിടെ എയർപോർട്ടിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പോയിട്ട് വന്നു. അടുത്ത ആഴ്ച വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ കിട്ടട്ടെ ബ്രോയെ, കിട്ടട്ടെ. അക്കൗണ്ട് സെഷനിലാണെങ്കിൽ ചേട്ടൻ ഓക്കെ അല്ലേ? മറ്റേതിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അക്കൗണ്ടിങ്ങിൽ ഒക്കെ ആണെങ്കിലേ നല്ലതല്ലേ. ഇംഗ്ലീഷുകാരായിരുന്നു അതോ നമ്മുടെ ആൾക്കാരാരേലും ആയിരുന്നു? കിട്ടട്ടെ ചേട്ടാ, കിട്ടട്ടെ. എവിടെയായാലും കിട്ടട്ടെ. എയർപോർട്ട് സ്ക്രീനിങ് ഓഫീസർ പോസ്റ്റിൽ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഒരു ജോലി വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് നാൾ നിന്നാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് ശരിയായിക്കോളും. പിന്നെ ആരേലും പറഞ്ഞിട്ട് പോയതാണോ അതോ അല്ലാതെ പരസ്യം വല്ലതും കണ്ടുപോയോ? അങ്ങനെ വല്ലതും പോയതാണ്? ആരേലും റെക്കമെൻഡ് വല്ലതും ചെയ്യാനുണ്ടായിരുന്നല്ലേ? സുഭാഷ് ചേട്ടാ, എനിക്കൊരു ജോലി അത്യാവശ്യമാണ് ചേച്ചി. ട്രൈ ചെയ് ബ്രോയെ, കിട്ടും. സുഭാഷ് ചേട്ടാ ഹായ്. സുഭാഷ് ചേട്ടാ ഹായ് ഹായ്. 46 അല്ല 36. എന്തെങ്കിലും ട്രൈ ചെയ്യ് ശബരീഷ് ചേട്ടാ. ശബരീഷേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ബൈജു എന്ന് പറഞ്ഞ് പോകുന്നു, സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞ് 2 പോകുന്നുണ്ട്. ബൈജു ബ്രോ എന്തെങ്കിലും ഒരു പേര് ബ്രോ. അയ്യോ വെല്ലടിച്ചു ഇത്ര പെട്ടെന്ന്. 43 എവിടെ? സായിപ്പും മാതാമേ അപ്പുറത്തും ഇപ്പുറത്തും. ഞാൻ പറഞ്ഞത് അവർക്കും അവർ പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല. ഞാൻ ചെന്ന വഴി അവരോട് പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അയ്യോ അടുക്കളപ്പണി കഴിഞ്ഞു. അടുത്ത സുഭാഷ് ചേട്ടൻ വന്നല്ലോ. കഴിഞ്ഞ് ബെല്ലടിച്ച്. എനിക്കിപ്പോ പോവാൻ സമയമായി. 36